എന്താ നല്ലേ വാ പറഞ്ഞുതരാം. ഈ അടുത്ത് ഹെന്ന ആർട്ടിസ്റ്റുകളായ കപ്പിൾസിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? അവർ ഫീറ്റ് ഹെന്ന ചെയ്തത്. അത് കണ്ട മുതൽ മനസ്സിൽ വിചാരിച്ചതായിരുന്നു ഫീറ്റ് ഹെന്ന ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അവരുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടു, കാലിനടിയിൽ മൈലാഞ്ചിട്ടാൽ ഇട്ട ആളല്ലാതെ മറ്റാര് കാണാനാണെന്ന്. ആര് കണ്ടാലില്ലെങ്കിൽ ഞാനിടും. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് നേരത്തെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ കമൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. പകരം കണ്ടവരൊരു ലൈക്ക് ചെയ്യൂ. അപ്പം എനിക്ക് മനസ്സിലാക്കാമല്ലോ ആരൊക്കെ കണ്ടു എന്നും. നമ്മൾ വിഷയത്തിൽ നിന്നും വല്ലാതെ തെന്നി മാറിയല്ലേ. അങ്ങനെ പിള്ളേരുടെ കാലിൽ ഹെന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 2 പേരുടെയും 4 കാലിൽ ഫിറ്റ് ഹെന്ന ചെയ്ത് യുണീക്കായി വീഡിയോ എടുക്കുക എന്നൊക്കെയായിരുന്നു മനസ്സിൽ. പക്ഷേ ഹെന്ന എടുത്ത് തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. ഒരു കാൽ പകുതിയായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വീഡിയോയിൽ കാണുന്ന അത്ര സിമ്പിൾ അല്ല ഫിറ്റ് ഹെന്ന ചെയ്യാൻ. സിമ്പിൾ ആവണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാലുകൾക്ക് അനുസരിച്ചിരിക്കും. എൻ്റെ കുഞ്ഞിക്കാലുകൾ നല്ല കോർപ്പറേഷൻ ആയിരുന്നു എന്നേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നി. കാരണം ഇക്ലിയായതിൻ്റെ പേരിൽ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ കണ്ടു. എന്താ ചെയ്യാം. പിന്നെ ബുദ്ധി എനിക്ക് അല്പം കൂടുതലായതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഒരാളുടെ വലത് കാലിലും മറ്റാളുടെ ഇടത് കാലിലും മൈലാഞ്ചി ഇടാം. എന്നിട്ട് 2 കാലും ഒരുമിച്ച് വെച്ച് വീഡിയോ എടുക്കാം. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടോ 3 കാലുകൾ? അപ്പം അവരുടെ കോർപ്പറേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്തായിരുന്നു അവർ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും. അങ്ങനെ ചിരിച്ചും കരഞ്ഞും എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ ഹെന്ന കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പം ഇതിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളും എല്ലാം നാളെ ഒരു വീഡിയോ ആക്കി വരാം. അപ്പോൾ ബൈ ഗായ്സ്.